പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റി പുസ്തകത്തിലുള്ള സെന്റൻസ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഗ്രാമർ സെക്ഷൻ ആണ്. എല്ലാ കുട്ടികളും ശരിക്കും ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെ ഫുള്ള് നമ്മൾ ചെയ്യണമെന്നില്ല. കുറച്ച് ഭാഗങ്ങൾ കുറച്ച് മാത്രം പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയകൾ കിട്ടുള്ളൂ. ഒക്കെപ്പാടെ ഒന്നിച്ചാണ്ട് എഴുതി കഴിഞ്ഞാൽ ഐഡിയ കിട്ടൂല. അതുകൊണ്ട് ആദ്യം പറയാനുള്ളത്, ഇന്നെടുക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ എല്ലാ കുട്ടികളും ചെയ്യണം എന്നുള്ളതാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ആദ്യം നമുക്കിവിടെ പറയാനുള്ളത്, ഒരു സെന്റൻസിന്റെ ചെറിയ ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, ഷീ പ്ലേസ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ചെറിയ സെന്റൻസ് ആണ്. ഈ സെന്റൻസിൽ ആരാണ് സബ്ജക്റ്റ്, ആരാണ് വെർബ്, ആരാണ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതില് ഷീ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെന്റൻസിന്റെ ആദ്യത്തിൽ കൊടുക്കുന്ന ഈ സംഭവം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിരിക്കും. അവസാനം, അതായത് അതിന് ശേഷം സബ്ജക്റ്റിനോട് ചേർന്ന് വരുന്ന ആളായിരിക്കും അതിന്റെ വെർബ് എന്ന് പറയുന്നത്. ഒറ്റ എളുപ്പത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു സെന്റൻസിന്റെ രൂപം എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഉണ്ടാകുന്നത് എപ്പോഴും എന്തായിരിക്കും എന്ന് പറയേണ്ടത് സബ്ജക്റ്റ് ആയിരിക്കും. അതിനുശേഷം ഉണ്ടാകുന്നത് വെർബ്, അതിനുശേഷം ഉണ്ടാകുന്നതായിരിക്കും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെർബ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രവർത്തനമായിരിക്കും, ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരിക്കും. ഇവിടെ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അവൾ എന്നാണ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ, കളിക്കുകയാണ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു. ഫുട്ബോൾ, ഫുട്ബോൾ കാൽപന്ത് കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ, അല്ലെ. അപ്പൊ ഇവിടെ പ്രവർത്തനം എന്താണ്, കളിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവർത്തനം. അതായിരിക്കും എന്തുണ്ടാവുക, വെർബ് എന്ന് പറയുന്നത്. വെർബിന്റെ ഇപ്പുറത്തുണ്ടാകുന്നത് സബ്ജക്റ്റും അപ്പുറത്തുണ്ടാകുന്നത് എന്തായിരിക്കും, ഒബ്ജക്റ്റും ആയിരിക്കും എന്ന് മനസ്സിലാക്കും. ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ, അതായത് ഒന്നാമത്തെ ഈ ഒരു ആക്ടിവിറ്റിയിൽ ഫസ്റ്റത്തെ ഈ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ആദ്യത്തെ വർക്ക് ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോരോ ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക. ഉദാഹരണം ഇവിടെ, ഹി ഈറ്റ്സ് ഫുഡ്, അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. ഹി ഈറ്റ്സ് ഫുഡ്, അവൻ ഭക്ഷണം കഴിക്കുകയാണ്. ഇങ്ങനെ സെന്റൻസ് ഉണ്ടാക്കിയിട്ട് ഒരു സെന്റൻസ് എഴുതുക. ഇങ്ങനെ 1 എന്ന് നമ്പർ ഇട്ട് സെന്റൻസ് എഴുതുക. അതിനുശേഷം ഇതിലുള്ള ഹി എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ തന്നെ ഈറ്റ്സ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക, അതായത് വെർബ് ആണോ, ഒബ്ജക്റ്റ് ആണോ, സബ്ജക്റ്റ് ആണോ. അതേപോലെ തന്നെ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ആണോ, സബ്ജക്റ്റ് ആണോ, വെർബ് ആണോ എന്നത്. ഇതുപോലെ നിങ്ങൾ 10 സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട്, ഇതുപോലത്തെ ചെറിയ 10 സെന്റൻസുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലുള്ള സബ്ജക്റ്റ് ഏതാണ്, അതുപോലെ തന്നെ വെർബ് ഏതാണ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഏതാണ് എന്ന് ഇതുപോലെ തരംതിരിച്ച്, ഇനി രണ്ടെന്ന് എഴുതിയിട്ട് വേറെ എക്സാമ്പിൾ ഇടുക. എന്നിട്ട് അതിൽ നിന്ന് ഏതാണ് സബ്ജക്റ്റ്, ഏതാണ് വെർബ്, ഏതാണ് ഒബ്ജക്റ്റ് എന്നുള്ളത് എന്താവുക, കണ്ടെത്തുക. ഈ ഒന്നാമത്തെ സെക്ഷനിൽ നിന്നുള്ള നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി ഇതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാ കുട്ടികളും ഇത് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് ഞാൻ ആദ്യം അറിയിക്കുക. ഇത് ഓരോ ദിവസം തരുന്നത് അന്നാന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് ഓവർലോഡ് ആവും. അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിലാണ് കേട്ടോ എഴുതേണ്ടത്. നിങ്ങളുടെ ഇംഗ്ലീഷ് നോട്ട് പുസ്തകത്തിന്റെ ബാക്കിൽ എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ആദ്യത്തെ ഒന്നാമത്തെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് എന്താണ് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. 10 സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിന്ന് സബ്ജക്ട് എന്താണ്, ഒബ്ജക്ട് എന്താണ്, വെർബ് എന്താണ് എന്ന് തരംതിരിച്ച് എഴുതുക. അതിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അത് തരംതിരിച്ച് എഴുതേണ്ടത് എന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ പോവുക. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എന്താണ് രണ്ടാമത്തെ സെക്ഷനിലുള്ള ഈ പാർട്സ് ഓഫ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. എന്താണ് നൗൺസ് എന്ന് പറഞ്ഞാൽ, എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ, വെർബ് എന്താണ്, അഡ്ജക്റ്റീവ്സ് എന്താണ്, അഡ്വർബ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളൊരു സെന്റൻസ് ഉണ്ടെങ്കിൽ ആ സെന്റൻസിൽ ആരുടെയെങ്കിലും പേര്, അത് ജനങ്ങളുടെ, ആളുകളുടെ ഏതെങ്കിലും പേരുകൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആരുടെയെങ്കിലും പേര് കാണുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നൗൺസ് എന്ന് പറയുന്നത്. ഇനി അതല്ല ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരാ പറയുന്നത് എങ്കിൽ അതും എന്തെന്നെയാണ്, നൗൺസ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, ഉദാഹരണം എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കാറ്റ്, അതുപോലെ തന്നെ ബുക്ക്. ഇത് ആരുടെ പേരൊന്നുമല്ലല്ലോ, ഓരോരോ വസ്തുക്കളല്ലേ. ഇങ്ങനെ വസ്തുക്കൾ, അല്ലെങ്കിൽ ഒരാളുടെ പേര്, അല്ലെങ്കിൽ ഒരാളുടെ സ്ഥലം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തരുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് നൗൺസ് എന്ന് പറയുന്നത്. എന്താ വിളിക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് നൗൺസ് എന്ന് പറയുന്നത്. അഥവാ മലയാളത്തിലെ നാമങ്ങൾ എന്നൊക്കെയാണ് പറയാ. ഒരു സെന്റൻസിൽ ഏതെങ്കിലും പേര് കാണുക, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളുടെ പേര് പരാമർശിക്കുക. പേരെന്നെ വേണമെന്നില്ല, വസ്തുക്കൾ അത് പരാമർശിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്, നൗണുകളിൽ പെട്ടതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ? പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ഉദാഹരണം ഞാൻ പറയാണ്, ഒരാള്, അപ്പൊ അയാളെ പറ്റിയിട്ട് ഇങ്ങനെ പറയാണ്,
ഇപ്പൊ ഏതെങ്കിലും ഒരാളുടെ ഉദാഹരണം പറയാം. ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റിയിട്ട് നമ്മൾ പറയാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ തുടക്കത്തിൽ മാത്രമേ സച്ചിൻ തെണ്ടുൽക്കർ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും സച്ചിൻ തെണ്ടുൽക്കർ അദ്ദേഹം ഇത്ര മാച്ച് കളിച്ചിട്ടുണ്ട്, അതിൽ തന്നെ ഇത്ര മാച്ചുകൾ ടെസ്റ്റ് ആണ്, മറ്റേത് ഓവറിന് കളിച്ച ഇത്ര കളികൾ, 20-20 ഇത്ര കളികൾ, അതൊക്കെ നമ്മൾ ഇങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും സച്ചിൻ തെണ്ടുൽക്കർ എത്ര ഓവർ കളിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സച്ചിൻ തെണ്ടുൽക്കർ എത്ര റൺസ് എടുത്തിട്ടുണ്ട്, വീണ്ടും സച്ചിൻ തെണ്ടുൽക്കർ ഇത്ര കളികളിൽ ഇത്ര സെഞ്ചുറി നേടിയിട്ടുണ്ട്. അങ്ങനെ സച്ചിൻ സച്ചിൻ എന്നിങ്ങനെ എടുത്തു പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? അദ്ദേഹം, അല്ലെങ്കിൽ അയാൾ, അല്ലെങ്കിൽ അവൻ എന്നൊക്കെ നമുക്ക് എന്താകാം വീണ്ടും അതിന് പകരം ഉപയോഗിക്കൂല നമ്മൾ. അതിന് വേണ്ടിയിട്ട് പറയുന്ന വാക്കുകളാണ് പ്രോനൗൺസ്. ഉദാഹരണം ഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ അല്ലെങ്കിൽ അദ്ദേഹം. ഷീ എന്ന് വരും. ഷീ എന്ന് പറഞ്ഞാൽ അതെന്താണ്? സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഷീ എന്ന് പറയുമ്പോൾ അവൾ അല്ലെങ്കിൽ അദ്ദേഹം. സ്ത്രീകളിലാണെങ്കിലും ബഹുമാനത്തോട് വിളിക്കുക അദ്ദേഹം തന്നെയാണ്. അതേപോലെ തന്നെ ഇറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? നമ്മൾ ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അതായത് നൗൺസിന് പകരമായിട്ട് ഒരാളുടെ പേരിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വിളിക്കുന്ന പേരാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്രൊഫൈലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രൊഫൈലൊക്കെ എഴുതുമ്പോൾ ആദ്യം തുടക്കത്തിൽ മാത്രമാണ് അയാളുടെ പേര് പറയാം, ബാക്കിയൊക്കെ പിന്നെ അദ്ദേഹം, അവൻ, അദ്ദേഹം, അവൾ എന്നൊക്കെ പറയാം. അങ്ങനെ നൗൺസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വിളിക്കുന്ന പേരാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഉദാഹരണം ഞാൻ പറയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫുള്ളൊന്നും എഴുതുന്നില്ല. സച്ചിൻ ഈസ് ആൻ ഇന്ത്യൻ പ്ലെയർ, അത് എഴുതി. ഇനി അടുത്തേക്ക് സച്ചിനെ പറ്റി അടുത്തത് എഴുതാണ്ട്. എന്താണ്? സച്ചിൻ 100 കളികൾ കളിച്ചിട്ടുണ്ട് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് എഴുതരുത്? സച്ചിൻ 100 കളികൾ കളിച്ചിട്ടുണ്ട് എന്ന് എഴുതുന്നതിന് പകരം എന്ത് എഴുതിയാൽ മതി? അദ്ദേഹം 100 കളികൾ. അപ്പൊ അതിന് പകരം ഞാൻ എന്താ കൊടുക്കേണ്ടത്? സച്ചിൻ എന്ന് വീണ്ടും എഴുതുന്നതിന് പകരം ഞാൻ എന്താ കൊടുക്കേണ്ടത്? ഹി എന്നാണ് എഴുതേണ്ടത്. അപ്പൊ സച്ചിൻ എന്നുള്ളതിന് പകരം ഞാൻ എന്താ എഴുതി? ഈ ഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവൻ അല്ലെങ്കിൽ അദ്ദേഹം എന്താ. പക്ഷെ ആരെ തന്നെ ഉദ്ദേശിക്കുന്നത്? സച്ചിൻ എന്നുള്ള ഈ നൗണിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നൗണിന് പകരമായിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രോനൗൺസ് എന്നാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗത്ത് പറയുന്നത് എന്താണ് വെർബ് എന്നുള്ളത്. എന്താണ് വെർബ് എന്ന് പറഞ്ഞാൽ? ആക്ഷൻ ഓർ സ്റ്റേറ്റ് വേർഡ്സ്, അഥവാ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, എന്തെങ്കിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ഈ പറയപ്പെടുന്ന വെർബ് എന്ന് പറയും. ഉദാഹരണം എന്താ? റൺ. റൺ എന്ന് പറഞ്ഞാൽ ഓടുക, അതൊരു പ്രവർത്തനമാണല്ലോ. അതേപോലെ തന്നെ ഈസ്, ഇത് നമ്മൾ ഓക്സിലറി വെർബ് എന്നൊക്കെ പറയാം. അതിലേക്ക് നമ്മൾ വിശാലമായിട്ട് കടക്കാം അടുത്ത സെക്ഷനുകളിലേക്ക്. ഇപ്പൊ നമ്മൾ തൽക്കാലം ഇത് മനസ്സിലാക്കുക. റൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവർത്തനല്ലേ ഓടുക എന്ന് പറയുന്നത്. അപ്പൊ റൺ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമുക്ക് അറിയാം. അതേപോലെ തന്നെ പ്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലേ, കളിക്കുക, അതൊരു വെർബാണ്. കാരണം എന്താ? അതൊരു ചെയ്യുന്ന പ്രവർത്തനമാണ്. അതേപോലെ തന്നെ ഈറ്റ്, കഴിക്കുക, അതെന്താണ്? ഒരു വെർബാണ്. കാരണം അതിൽ ചെയ്യുന്ന പ്രവർത്തനമാണ്. അപ്പൊ ആക്ഷൻസിനെ അഥവാ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വിളിക്കുന്ന പേരാണെന്ത്? വെർബ്. അതിൽ തന്നെ പെട്ടതാണ് കേട്ടോ ഈസ് എന്നൊക്കെ പറയുന്നത്. ആണ് എന്ന് പറയുന്ന സംഭവമൊക്കെ അത് നമ്മൾ ഓക്സിലറി വെർബ് എന്നൊക്കെ നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ വിശാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റത്തെ ഇന്നത്തോടു കൂടെ നമ്മൾ ഈ ഒരു സെക്ഷന്റെ കുറച്ച് ഭാഗം എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് അടുത്തൊരു ഭാഗം നോക്കാം. അഡ്ജക്റ്റീവ്സ് എന്താണ് എന്ന് പറയുന്നത്. എന്താണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ഇവിടെ പറയുന്നുണ്ട് ഡിസ്ക്രൈബ് എ നൗൺ. അതെന്താ നൗൺ എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അറിയില്ലേ? നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര്. അങ്ങനത്തെ സ്ഥലത്തിന്റെ പേരുകളെ, നൗണുകളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകൾക്ക് വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അല്ലെ? അതായത് ഇപ്പൊ ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, ബിഗ് അല്ലെങ്കിൽ ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് കാറ്റ് എന്ന് പറയുന്നത്. അല്ലെ? കാറ്റ് എന്ന് പറഞ്ഞത് എന്താ? നൗണിന് ഉദാഹരണമാണ്. പൂച്ച, കാറ്റ് എന്ന് പറഞ്ഞാല്. ഈ കാറ്റിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉദാഹരണം നമുക്ക് പറയാം ബ്ലാക്ക് കാറ്റ്. അല്ലെ? ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആ കാറ്റിന്റെ നിറം സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ കാറ്റിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ് ഇവിടെ ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ എന്താ അഡ്ജക്റ്റീവ്സ്? മനസ്സിലായില്ലേ? കാറ്റ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കൊണ്ടുവന്ന വാക്കാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് പറയാം സ്കൈ എന്ന് പറയുന്നത് ആകാശം. ഈ ആകാശത്തിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിശദീകരിച്ചിട്ട് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞൂടെ? അപ്പൊ ഈ സ്കൈനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വന്ന വാക്കാണ് ഇവിടെ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ നൗണാകുന്ന സ്കൈ, അല്ലെ? സ്കൈ ആകുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വന്ന വാക്കാണ് ഇവിടെ ബ്ലൂ. അതിന് വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഡ്വർബ് എന്തായിരിക്കും? അഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തന്നിട്ട് വെർബ് ഇത് തന്നെ ഉണ്ട്. വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ആഡ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിയാൽ മതി അത് ഡിസ്ക്രൈബ് ആണ് എന്നുള്ളത് കേട്ടോ. വെർബുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വരുന്ന വാക്കുകളെ വിളിക്കുന്ന പേരാണ് അഡ്വർബ്. അതിന് ഉദാഹരണം എന്താ? ക്വിക്ലി, വെരി. ഉദാഹരണം നമുക്ക് പറയാണ്
ഹി റാൻ ക്വിക്ലി. റാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടി അല്ലെ? ഒരു വെർബ് അല്ലേ? റാൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവർത്തനം അല്ലേ? റാൻ ക്വിക്ലി. ക്വിക്ലി എന്ന് പറഞ്ഞാൽ എന്താ? വേഗത്തിൽ ഓടി. അപ്പൊ കണ്ടോ, റാൻ എന്ന് പറയുന്ന ഒരു വെർബിനെ അതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഓടുക എന്നുള്ളത് വേണമെങ്കിൽ മെല്ലെ ഓടാം, അല്ലെങ്കിൽ സ്പീഡിൽ ഓടാം. ഈ സ്പീഡിൽ ഓടിനെ വിളിക്കുന്ന പേരാണ് ക്വിക്ലി. അതിന്റെ അർത്ഥം എന്താ? പെട്ടെന്ന് എന്നാണ്. അപ്പൊ ഈ റാൻ എന്ന് പറയുന്ന ഈ വെർബിനെ എന്തായി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വാക്കാണ് എന്ത്? ക്വിക്ക് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനത്തെ വെർബുകളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വാക്കുകൾക്ക് വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? ആഡ്വെർബ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും എന്താവുക, പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെയൊക്കെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. മാത്രമല്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ വെക്കേഷൻ ടൈമത്തിൽ നമ്മൾ ക്ലാസ് നടത്തുമ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് ഒരു സെന്റൻസുകൾ തന്നിട്ട് അതിൽ എന്താണ് നൗണ്, എന്താണ് പ്രോനൗണ്, എന്താണ് വെർബ്, അഡ്ജക്റ്റീവ്സ് എന്താണ്, അഡ്വർബ് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കും. എല്ലാ കുട്ടികളും കൃത്യമായിട്ട് അതിനൊക്കെ മറുപടികൾ തരണം എന്നറിയിക്കുക.